രാവിലെ 10 മണിക്ക് ഏരീസ് ഫ്ലക്സിൽ കുഞ്ചാക്കോ ബോബനും സുരാജും പിന്നെ ഒരു സിംഹം കൂടി ചേർന്ന് അഭിനയിച്ച കാണാൻ വേണ്ടി പോയി. അപ്പോഴാണ് ഇതിന് എന്തോ ഒരു ലൈസൻസിൻ്റെ വിഷയമുണ്ട്, ഷോ ഡിലേ ആകുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പോസ്റ്റായി. എല്ലാവരും നിൽക്കുകയാണ്. ഞാൻ മാത്രമല്ല, നമ്മളെ കിടിലം ബിറോസ്, അതുപോലെ അമേസി അണ്ണൻ, ഇങ്ങനെ കുറേ പേരൊക്കെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. 10 മണിയായി, 10 10:30 ഇത് ഒരു ഉറപ്പുമില്ല പടം വരുമില്ല. ഇത് ഇവിടെ മാത്രമല്ല, കേരളം മൊത്തം വിജയനായിരുന്നു പ്രശ്നം. പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സിനിമ കാണാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ടൈം അങ്ങോട്ട് സെറ്റ് ആവില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ നേരെ വിജയ് സേതുപതിയുടെ മഹാരാജ കാണാൻ വേണ്ടി പോയി. അപ്പോൾ എന്നിട്ട് ഇതിനങ്ങ് വിട്ടത് എന്താ, പിന്നെ ഷോ നടന്നു വന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ലൈസൻസിൻ്റെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ തലേ ദിവസമെങ്കിലും ക്ലിയർ ചെയ്യണം, ഇല്ലെങ്കിൽ നേരത്തെ ഇൻഫോം ചെയ്യണം ഇതാണ് സംഭവം, ഡിലേ ആണെന്ന്. ആൾക്കാരെ വിളിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ കുത്തം പിടിച്ചങ്ങ് നിർത്തിക്കുകയാണ്, പോസ്റ്റാക്കി. എത്ര നേരം കൊണ്ട് ഞാൻ നിന്നപ്പോൾ തന്നെ ഏകദേശം 45 മിനിറ്റ് നിന്നതാണ്. പിന്നെ എത്ര നേരം നിന്നത് എനിക്കറിയത്തില്ല. അങ്ങനെയൊന്നും കാണിക്കില്ല, അല്ലെങ്കിൽ ഒരു കസരയ്ക്കിൽ ഇട്ട് കൊടറേ എന്തിനടേ. അങ്ങനെ നമ്മൾ വിട്ടിട്ട് ഇത് കാണാൻ വേണ്ടി പോയി. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നിഖിലൻ സ്വാമിനാഥനാണ്. പുള്ളിയുടെ ഇപ്പോഴത്തെ എനിക്ക് പ്രതീക്ഷ ഉണ്ട്, കാരണം പുള്ളിയുടെ മുമ്പത്തെ ഒരു സിനിമ കുരങ്ങ് ബൊമ്മ എന്ന് പറയും, ഭാരതിരാജയൊക്കെ ഉള്ള, അത് ഇങ്ങനെ നൈസായിട്ട് സ്ലൈറ്റായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സിനിമ അവസാനമൊക്കെ എത്തിയപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റും സസ്പെൻസും ഒക്കെ ആക്കിയിട്ട്, അതായത് പല ഭാഗങ്ങളിലും ഇതിൽ സംഭവങ്ങൾ നമ്മൾ കൂടെ തന്നെ നടന്നിട്ട് അവസാനം എന്താണെന്നുള്ളത് നമ്മൾ കാണുമ്പം ഉള്ള ഒരു ഞെട്ടലുണ്ട്. അങ്ങനെ ഒരു നല്ല പണി അറിയാമെന്നുള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വിജയ് സേതുപതി വരുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ അസ്ഥാനത്തായില്ല. സിനിമ തുടങ്ങി പതുക്കെ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അത് വിജയ് സേതുപതി എന്തിടെ ഇന്നേ വരെ കാണാത്തൊരു വിജയ് സേതുപതി. കൂടുതൽ സൈലൻ്റ് ആണ്, പക്ഷേ ക്യാരക്ടർ ഒരു പുതിയ ക്യാരക്ടറാണ് കേട്ടോ. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ്. അയാൾ എന്താണ്, അയാൾക്ക് ഏതറ്റം വരെ പോകാൻ പറ്റും. പലർക്കും പല സ്റ്റാർട്ടിങ്ങളും വാശിയും കാണും, പക്ഷേ അയാൾ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ എത്രത്തോളം അയാൾ നിൽക്കുമെന്നുള്ളതിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് സീനുകൾ അതൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു സാധനം, അതായത് ഇയാൾ താടി ഒന്ന് ഡൈ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 32 വയസ്സുള്ള പയ്യൻ, അതേസമയം താടിയൊക്കെ ഒന്ന് അരച്ചിട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ബോഡി ലാംഗ്വേജ് മാറി ഒരു 45 വയസ്സുള്ള ആൾ. എങ്ങനെ സാധിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുണ്ട് കേട്ടോ. ഇനി ഈ സിനിമ 2 സമയത്താണോ ഷൂട്ട് ചെയ്തതെന്ന് പോലും അറിഞ്ഞുണ്ട്. അത്രയ്ക്ക് ഭയങ്കരമായിട്ടൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മോളായിട്ട് വന്ന അവളുടെ പെർഫോമൻസ്, കുട്ടിയുടെ പേരെനിക്കറിയത്തില്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ ഭാരതിരാജ വരുന്നു, അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ വന്നിട്ട് തുടക്കമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒന്നിനോട് നല്ല കിടില സീനുകളൊക്കെ വന്നിട്ട് പിന്നെ അങ്ങോട്ടൊന്നും മനസ്സിലാവുള്ളടേ, എന്തൊക്കെയോ കാണിച്ചു വയ്ക്കുന്നത്. അതിനായിട്ട് അനുരാഗ് കശ്യപ് വരുന്നുണ്ട്. പുള്ളിയുടെ ഒരു അന്ന് ലിയോയിൽ വന്നിട്ട് കൊന്നിട്ട് പോയെന്ന് പറഞ്ഞ ആ ഒരു ഈ അങ്ങനെയൊക്കെ നാണം കെട്ടിവിട്ടെന്നുള്ള ഒരു ഇത് തീർത്തിട്ടുണ്ട്. കിടിലൻ ക്യാരക്ടർ, നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കഥാപാത്രം, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ലിപ്പ് അങ്ങോട്ട് പാളിപ്പോയതല്ലാതെ വേറെ വിഷയമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചു. എന്താടാ ഇത്, എന്തോ ഒരു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ട്, നമുക്കങ്ങോട്ട് കിട്ടല്ല സംഭവം. എന്തിനാണ് ഇയാൾ ഇങ്ങനെ നടക്കുന്നത്, എങ്ങനെയൊക്കെയുള്ളൊരു തോട്ട് വന്നു തുടങ്ങി. സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ചങ്ങോട്ട് പോയി പതുക്കെ ഇത് ചുരുളഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അതുവരെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമേ അല്ല ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അവസാനം അതേ സെയിം ആ കുരങ്ങ് ബൊമ്മയിൽ എന്താണോ സംഭവിച്ചത് അതുപോലെ ഒരു ക്ലൈമാക്സ്, അത് കിടുവായിരുന്നു. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരുപാട് ട്വിസ്റ്റുകളുള്ള അവസാനം നമുക്കൊന്ന് ഹുക്കാവും. മനസ്സിലായി. നമ്മൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് കുറച്ച് മലയാള സിനിമകളിൽ ഇതുപോലത്തെ ഏകദേശം ഒരു സിനിമയിൽ ഇതുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ട്. അത് നമ്മൾ ഇങ്ങനെ ഞെട്ടിയിരുന്ന സംഭവമാണ്. അതുപോലെ ഒരു ഞെട്ടൽ തന്നിട്ട് ഈ സിനിമ അവസാനിച്ചിരിക്കുകയാണ്. ക്ലൈമാക്സ് പൊളി. അതുപോലെ അജനേഷ് ലോകനാഥിൻ്റെ സ്കോർ അറിയാമല്ലോ, നമ്മൾ കാന്താരല്ലേ, പടത്തിന് വേണ്ട രീതിയിൽ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അഭിരാമിയുണ്ട്, മമതയുണ്ട്, ഭാരതിരാജ, നട്ടി, സദരംഗവേട്ടലെ നട്ടി ഒരു അടിപൊളി ക്യാരക്ടറാണ്, മുനീഷ് കാന്ത്, ഇങ്ങനെ കുറച്ച് പേരാണ് ഉള്ളത്. അപ്പോൾ ഓവറാൾ ഇതാണ് സംഭവം. ഇതിൻ്റെ ക്ലൈമാക്സ് ആണ് സിനിമ. ക്ലൈമാക്സിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളാണ്. ആ സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ലാഗ് അടിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് ഇതിന് വേണ്ടിയിട്ടാണെന്നുള്ള അറിയുമ്പം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഒരു തൃപ്തിയോടെ തിയേറ്ററിൽ നിന്ന് മടങ്ങാം. അതുപോലെ ഷെക്കോസ് ഗൺ എഫക്റ്റ് എന്നൊരു സാധനമുണ്ട്. അത് എന്ത് ഗംഭീരമായിട്ടാണ് ഇതിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അത് പൊളിയായിരുന്നു. പിന്നെ പോലീസുകാരന്മാരിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അതെന്താണ് എങ്ങനെയാണ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. കുറേ കാര്യങ്ങൾ ലോജിക്ക് പ്രശ്നമുള്ളതായിട്ട് ചിലപ്പോൾ എനിക്ക് രണ്ടാമത് കാണുമ്പോൾ ഇത് ഓക്കെ ആയിരിക്കും. ഇത് നമ്മൾ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് കണ്ടു കഴിയുമ്പം ഓക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് ആദ്യം കണ്ടപ്പോൾ കുറേ ഭാഗത്ത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ലോജിക്ക് പ്രശ്നങ്ങൾ, ഇതൊക്കെ ആണെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടൊക്കെ തോന്നുന്നു. അതൊന്നും വലിയ സീനൊന്നും ആക്കണ്ട. ഇത് ഭയങ്കര സീറ്റ് അടിച്ച് അങ്ങനെ ഒന്നുമല്ല. ഒരു ഫാമിലി ഇമോഷണൽ ഒരു ത്രില്ലറൊക്കെ ഉണ്ട്. ത്രില്ലർ എന്നതിനേക്കാൾ ഉപരി ഇതിൽ ഇമോഷണൽ സൈഡാണ് കുറച്ചുകൂടി എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു വർത്ത് വാച്ചായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു നമ്മുടെ മഹാരാജ എന്ന് പറഞ്ഞ പടം. എന്തരാ വരട്ടെ.